നടി സുമലത മത്സരിക്കുന്ന കർണാടകയിലെ മാണ്ഡ്യയിൽ മറ്റ് 3 സുമലതമാർ കൂടി മത്സരിക്കുന്നു. 4 പേരും, അതായത് 4 സുമലതമാരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത്. മാണ്ഡ്യ മണ്ഡലത്തിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവും അംബരീഷിൻ്റെ ഭാര്യയും നടിയുമായ സുമലതയ്ക്ക് അപരഭീഷണിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നടിയെ കൂടാതെ 3 സുമലതമാർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അതായത് 4 സുമലതമാരും മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ്. ഇതിൽ രസകരമായ ഒരു കാര്യം, 4 പേരും ആവശ്യപ്പെടുന്നത് ഒരേ ചിഹ്നം തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 4 പേർക്കും ഒരേ ചിഹ്നം എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷന് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ചിഹ്നം നൽകാനാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്ന നിലപാട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ നടി, അതായത് തൂവാനത്തുമ്പിളിയിലെ ക്ലാര എന്ന കഥാപാത്രത്തിലൂടെ മലയാളികൾക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു കഥാപാത്രത്തെ സമ്മാനിച്ച നടി സുമലതയ്ക്ക് 10ാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. മറ്റ് 3 പേർക്ക് അതിൽ ഒരാൾക്ക് മാത്രം ബിരുദവും മറ്റ് 2 പേരും 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരുമാണ്. അതായത് 3 10ാം ക്ലാസ്സുകാരും ഒരു ബിരുദധാരിണിയുമാണ് ഈ 4 സുമലതമാർ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ബിരുദം നേടിയ സുമലതയാകട്ടെ MSc-കാരിയാണ്. ബാക്കിയുള്ളവരെല്ലാം സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ളവരാണ്. BJP പിന്തുണയോടെയാണ് നടി സുമലത മത്സരിക്കുന്നത്. സുമലത മത്സരിക്കുന്ന മാണ്ഡ്യയിലേക്ക് സംസ്ഥാന BJP നേതൃത്വം സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ മാണ്ഡ്യ ഒഴിച്ചിട്ടിരിക്കുകയാണ്. താരത്തെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യം കർണാടക മുഖ്യമന്ത്രി HD കുമാരസ്വാമി തള്ളിയിരുന്നു. JDS-ന്റെ സീറ്റ് ഏറ്റെടുക്കുന്നതിന് കോൺഗ്രസ് താൽപ്പര്യം പ്രകടിപ്പിക്കാത്ത സാഹചര്യത്തിൽ റിബലായിട്ടാണ് സുമലതയുടെ രംഗപ്രവേശനം. JDS ഈ സീറ്റിൽ മുഖ്യമന്ത്രി HD കുമാരസ്വാമിയുടെ മകനും 3 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നിഖിൽ ഗൗഡയാണ് രംഗത്തിറക്കുന്നത്. നേരത്തെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാണ്ഡ്യയിൽ നിന്ന് മാത്രമായിരിക്കും ജനവിധി തേടുകയെന്ന് സുമലത വ്യക്തമാക്കിയിരുന്നു. കാരണം അംബരീഷിൻ്റെ മണ്ഡലം തന്നെയാണ് മാണ്ഡ്യ. അവിടെ നിന്ന് അംബരീഷ് ഇപ്പോൾ മരിച്ചതിനെ തുടർന്നുണ്ടായ സഹതാപ രംഗം തനിക്ക് അനുകൂലമാകുമെന്ന നിലപാടിലാണ് സുമലത എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാണ്ഡ്യയിൽ തന്നെ മത്സരിക്കുമെന്ന് അവർ തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചത്. JDS-ഉം കോൺഗ്രസും ചേർന്ന് നടിയുടെ വോട്ട് ഭിന്നിപ്പിക്കാനായിട്ടാണ് 3 അപര സ്ഥാനാർത്ഥികളെ രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള ആക്ഷേപവും ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. കന്നഡ സിനിമകളിലെ നിറസാന്നിധ്യവും മുൻ കേന്ദ്രമന്ത്രിയുമായ MH അംബരീഷ് കഴിഞ്ഞ നവംബറിലാണ് അന്തരിച്ചത്. 2006-ലെ UPA സർക്കാരിൽ വാർത്താവിനിമയ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നീട് കാവേരി തർക്ക പരിഹാര ട്രിബ്യൂണൽ വിധി വന്നതിനെ തുടർന്ന് പ്രതിഷേധ സൂചകമായി മന്ത്രിപദം രാജിവെക്കുകയായിരുന്നു. 3 തവണ ലോക്സഭാംഗമായി മാണ്ഡ്യയെ പ്രതിനിധീകരിച്ച് അംബരീഷ് സിദ്ധരാമയ്യ മന്ത്രിസഭയിലും മന്ത്രിപദം അലങ്കരിച്ചിട്ടുണ്ട്. പാർപ്പിട മന്ത്രിയായിട്ടാണ് സംസ്ഥാന മന്ത്രിസഭയിൽ അംബരീഷ് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. ഇവിടെയാണ് സുമലത മത്സരിക്കുന്നത്. സുമലത മത്സരിക്കുമെന്നറിഞ്ഞപ്പോൾ തന്നെ 3 സുമലതമാർ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ചിഹ്നം കൃത്യമായി വിഭജിച്ച് നൽകിയില്ല എങ്കിൽ തീർച്ചയായും ആ ആശയക്കുഴപ്പം കൂടുതൽ രൂക്ഷമാകും. ചിഹ്നം ഏതായാലും ചിഹ്നം വ്യത്യസ്തമായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായി വന്നാൽ പോലും ഈ പേര് പലർക്കും ആശയക്കുഴപ്പമുണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ നടി സുമലതയ്ക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ ഭിന്നിച്ചു പോകുമെന്നാണ് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ JDS-ൻ്റെയും ഇപ്പോഴത്തെ നിലപാട്.